ജ്യോതിഷപങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1201 മലയാള വർഷഫലമാണ്. അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈനംദിന കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നേട്ടങ്ങൾ എന്തൊക്കെയാ വരാം, ഭാഗ്യാവസ്ഥകൾ, ദൈവാദിനങ്ങൾ, അത് തൊഴിൽപരമായിട്ട് മറ്റ് ആരോഗ്യപരമായിട്ട് ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ഒരു വർഷത്തേന് എങ്ങനെയായിരിക്കും, അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഈ രാശിക്കാരായ, അതായത് ചിങ്ങൻ രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അധിക ദോഷങ്ങളൊന്നും ഉള്ള വർഷമല്ല. പ്രത്യേകിച്ച് കണ്ടകശനിയൊന്നും ഉള്ള സമയമല്ല. വ്യാഴം ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നു. 5ാം ഭാവാധിപത്യം കൊണ്ട് ഭാഗ്യഭാവാധിപനും, അതുപോലെ തന്നെ എന്നാൽ അഷ്ടമഭാവത്തിന്റെ ആധിപത്യം കൊണ്ട് ചില ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഭാവത്തിന്റെ അധിപനാണ് ഈ വ്യാഴം. അത് ഏറ്റവും പ്രബലമായ 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലവും വന്നിച്ചേരും. അതിൽ ഏറ്റവും പ്രധാനമാണ് കേസരി യോഗം. ചന്ദ്രൻ ഒരു മാസം, ഓരോ മാസവും ഈ 12 രാശികളും കടന്നു പോകുന്നുണ്ട്. ഒരു രാശിയിൽ 2.25 ദിവസമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 2.25 ദിവസം ഈ വ്യാഴത്തിനോട് യോഗം ചെയ്തു വ്യാഴം നിൽക്കുന്ന രാശികളുടെ കേന്ദ്രസ്ഥാനങ്ങളിലുമൊക്കെ ഓരോ മാസവും 2.25 ദിവസം, അതായത് 4, 7, 10 ഭാവങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോഴും, ചന്ദ്രൻ വ്യാഴം നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഭാവങ്ങൾ സഞ്ചരിക്കുമ്പോഴും, വ്യാഴം നിൽക്കുന്ന രാശിയിൽ സഞ്ചരിക്കുമ്പോഴും അപ്രതീക്ഷിതമായ പൂർണ്ണ ദൈവാധീനം വന്നു ചേരുക സ്വാഭാവികമായിട്ട് വന്നു ചേരും. അത് ചില ലോട്ടറി ഭാഗ്യങ്ങളോ അപ്രതീക്ഷിതമായ നേട്ടങ്ങളോ വന്നു ചേരുവാൻ അത് തുടക്കം കുറിക്കും. ഞാൻ ഈ പറയുന്നതൊക്കെ ഗോചര ഫലങ്ങളാണ്. പൂർണ്ണമായ കാര്യങ്ങൾ അറിയുവാൻ അവരവരുടെ ജാതകം കൂടി നോക്കണം. ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. അതിന് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ വാട്സാപ്പിലോട്ട് സെൻഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ജാതകം കൂടി നോക്കുമ്പോൾ ജാതകാൻ കൂടുതൽ ഭാഗ്യാവസ്ഥ ഉള്ള ജാതകക്കാരാണെങ്കിൽ അതിനനുസരിച്ച്, എന്നാൽ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ക്ലേശങ്ങളൊക്കെ മാറുന്നതിനും ചില സൗഭാഗ്യങ്ങൾ തേടി വരുന്നതിനുമൊക്കെ ഈ വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും ഒക്കെ സ്ഥിതി കൊണ്ട് ഓരോ മാസവും ചില ദിവസങ്ങളിൽ വന്നു ചേരും. അത് സ്ഥിരമായി നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവരാണ് സ്ഥിരമായി ചെയ്യുക. ലോട്ടറി എടുക്കുന്നവർ അത് സ്ഥിരമായിട്ട് എടുക്കുക. ഒരെണ്ണം മതി, പക്ഷെ കൂടുതൽ എടുക്കണം എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ അതിനുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭാഗ്യം കൂടുതലുള്ള ദിവസങ്ങൾ നമ്മൾ അറിയത്തില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വേണം. അങ്ങനെ ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഈ ഒരു വർഷത്തിനകം പല പ്രാവശ്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്നിടത്തോളം ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുമ്പോൾ നല്ല മാർക്കോട് കൂടി പാസ്സാകുക, അതായത് ആനുവൽ എക്സാം ആണെങ്കിലും മറ്റ് വേറെ ഏതെങ്കിലും ടെസ്റ്റുകൾ നിരവധിയാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് IELTS, MOH, DH പോലെയുള്ള പരീക്ഷകളും PSC പോലെയുള്ള ടെസ്റ്റുകൾ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ടെസ്റ്റുകളും ഇതര തൊഴിൽ സ്ഥാപനങ്ങളിലേക്കുള്ള ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ പാസ്സാകുവാനൊക്കെ ഈ രാശിക്കാർക്ക് യോഗമുണ്ട്. ഭാഗ്യവും ദൈവാധീനവും ഉണ്ട്. അത് രാശ്യാധിപനായിരിക്കുന്ന ആദിത്യൻ തന്റെ
ഉച്ചക്ഷേത്രം, ബന്ധുക്ഷേത്രം, മൂലത്രികോണ ക്ഷേത്രം അങ്ങനെയൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. ആദിത്യനാണ് ചിങ്ങൻ രാശിയുടെ അധിപൻ. ആദിത്യൻ മേടം രാശിയെ ഉച്ചം ചെയ്യുന്നു. അതുപോലെ തന്നെ ചിങ്ങത്തിൽ ഈ ചിങ്ങമാസത്തിൽ ഒരു മാസമാണ് തന്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മാസങ്ങളും ഓരോ രാശി സഞ്ചരിക്കുമ്പോൾ, ബന്ധുക്ഷേത്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ രാശ്യാധിപനാണ്. അത് വളരെ ഉത്തമമാണ്. ചില അധികാരങ്ങൾ വന്നു ചേരുക, അതായത് ഡെയിലി വേജസിനൊക്കെ ആണെങ്കിലും ഒരു ജോലി കിട്ടുക, പിന്നീട് ഒരു രാശി മാറ്റം വരുമ്പോൾ നല്ല അനുകൂലമാകുമ്പോൾ അത് സ്ഥിരപ്പെടുക, ഒരു സമയത്ത് കൃഷി ഇറക്കുക, മറ്റൊരു രാശി മാറുമ്പോഴേക്കും അത് കൃഷി നല്ല വിളവെടുപ്പുണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ വന്നു ചേരും. അത് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായാലും, മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും, അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവർക്കോ, വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും, മറ്റ് കലാകാരന്മാരായിരിക്കുന്നവർക്കും ഒക്കെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നും വരുമാനം കിട്ടത്തില്ല, എന്നാൽ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടിയതാണ്. ഒരു കരാർ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ സാധിച്ചു, നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി, പുതിയ ഒരു പദ്ധതി പ്ലാൻ ചെയ്തു, അത് നടപ്പിൽ വന്നു, ധനാഗമന യോഗം ഉണ്ടായി. അങ്ങനെയൊക്കെ നമ്മൾ നിരവധി പേർക്ക് കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഈ ചിങ്ങം രാശിക്കാർക്ക് ഈ 1201 ആണ്ടിൽ വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് ധനസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ബുധൻ. അത് ഉപജയസ്ഥാനം 11ാം ഭാവത്തിന്റെ കൂടി അധിപനാണ്. ബുധനെ സംബന്ധിക്കുന്നിടത്തോളം ഉച്ചരാശി കന്നിയാണ്. അത് സ്വക്ഷേത്രവും കൂടിയാണ്. മിഥുനവും സ്വക്ഷേത്രമാണ്. തന്റെ ബന്ധുക്ഷേത്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും ബുധൻ ചില വിദ്യാ നേട്ടങ്ങൾ വന്നു ചേരും. ഒരു തൊഴിൽ ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുന്നവർക്ക് ബുദ്ധിപരമായ ചില ഉണർവുകൾ ഉണ്ടാകുകയും നല്ല സുഹൃത്തുക്കളിൽ നിന്ന് നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ബുധന്റെ ശക്തി പ്രാപിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വിജയത്തിൽ എത്തിച്ചേരും. പെട്ടെന്ന് ഒരു ചേഞ്ചായി ബിസിനസ് വിജയിച്ചു, അല്ലെങ്കിൽ തൊഴിൽ മേഖല വിജയിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? പുതിയൊരു സംരംഭം തുടങ്ങുവാനുള്ള ഒരു ആശയം വന്നു ചേർന്നു. അതിനൊക്കെ ഈ കൊല്ലവർഷം 1201 ആണ്ട് യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് ശുക്രന്റെ സ്ഥിതി. ശുക്രനെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനാണ് ചിങ്ങൻ രാശിക്കാർക്ക്. അത് തന്റെ സ്വന്തം ക്ഷേത്രമായ ഇടവം രാശിയിലോ, അതുപോലെ തന്നെ പ്രബലമായ രീതിയിൽ ബന്ധുക്ഷേത്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ വളരെ തേജസ്സും ഓജസ്സും ഉന്മേഷവും ഒക്കെ വന്നു ചേരുകയും ആകർഷണീയത വന്നു ചേരുകയും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്കായാലും ഒരു വിവാഹം വന്നു ചേരുക, ഒരു വിവാഹത്തിന് ഒരു പെണ്ണ് കാണൽ അല്ലെങ്കിൽ ചെറുക്കൻ കാണൽ നടന്നു, പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു, ഇതുവരെ ഇഷ്ടപ്പെട്ടില്ല, പെട്ടെന്ന് ഒരു ആകർഷണം തോന്നി, അത് ചില ഗ്രഹങ്ങളുടെ ചില കാലങ്ങളിലെ സ്വാധീനം വളരെ പ്രധാനമാണ്. അത് സംഭവിക്കും ഈ വർഷം. ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്ക് പോലും മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിന് ശുക്രന്റെ ആ പ്രബലത കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് മറ്റ് രാഹുവിന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ. രാഹു ഒരു വിഘടനവാദിയായ ഗ്രഹമാണ്. അത് 7ാം ഭാവം എന്ന വിവാഹ ദാമ്പത്യ ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ദമ്പതികളായിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പിന്നീട് അത് സന്തോഷകരമായ ജീവിതം കലുഷിതമാക്കുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. തൊഴിൽ പുരോഗതി വന്നിച്ചേരും. വിദേശത്ത് പോകുന്നവർക്കും പൊതുവെ നല്ലതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും അതീവ ജാഗ്രത ആവശ്യമാണ്. രാശിയിൽ കേതുവാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാര്യവുമില്ലാതെ എപ്പോഴും ഒരു മേലാഴികയാണ് എന്നൊക്കെ ചിലർ പറയുകയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് ഈ രാശിക്കാർ. അതുകൊണ്ട് അലസത വെടിഞ്ഞ് സന്തോഷത്തോടുകൂടി വേണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ രാശിക്കാർ ഏർപ്പെടുവാൻ. വിജയങ്ങൾ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. എല്ലാവർക്കും ഒരു പുതുവത്സര സന്തോഷപൂർണമായ പുതുവത്സര ആശംസകൾ.